ഈ പൊട്ടൊരിക്കലും മായുന്നത് എന്റെ അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു അല്ലേ? എന്താ അടി, എന്തിനാ കരയുന്നത്? നിന്നെ കണ്ട എന്റെ അനന്തരവനാണെന്നല്ല, എന്റെ ഏട്ടനാണെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടടാ. എന്നാ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയുണ്ട് മോനെ എനിക്ക്. ഈ അനന്തരവൻ പേടിപ്പിക്കുന്നവനല്ലാതെ ആരെയും പേടിക്കുന്നവനല്ല ആന്റി. ആന്റി ധൈര്യമായിട്ടിരിക്കെ. അണ്ണാ, സോമരാജയുടെ മോൾക്ക് വേറെ കല്യാണം ഫിക്സ് ചെയ്തു. ചെയ്യട്ടെ. കല്യാണം നടക്കുന്ന ആ നിമിഷം അവന്റെ കൺമുമ്പിലിട്ട് തന്നെ അവന്റെ മരുമകനെ തീർക്കണം. എത്ര പേരവളെ കെട്ടാൻ വന്നാലും അവരെ കൊല വിളിക്കണം. ഒന്നുകിൽ അവൾ എന്റെ മകന്റെ ഭാര്യയായി ജീവിക്കണം, ഇല്ലെങ്കിൽ എന്നും ഒരു വിധവയായി കഴിയണം. ആ സ്വത്തുക്കൾ എനിക്കുള്ളതാ, അവന്റെ മകൾ എന്റെ മകനുള്ളതും. ഇതാണ് ഫിക്സ്. എന്താണ് ശബ്ദം കേൾക്കുന്നത്? മോള് ബണ്ണിയുടെ കളിക്കുന്നതാ. വിശേഷം തിരക്കാൻ വന്നിരിക്കുന്നു. എന്നെ അങ്ങ് കൊല്ല്. ശരിക്കും നിന്റെ അല്ലേ എന്റെ കണ്ണാ പൊട്ടേണ്ടിരുന്നത്. ഇത് ഞാൻ എങ്ങനെ കണ്ടോണ്ടിരിക്കൂടാ? അണ്ണാ, അവര് കളിക്കുന്ന ഇഷ്ടപ്പെട്ടില്ല അണ്ണാ. ഏത് തന്തയ്ക്കാടാ ഇഷ്ടപ്പെടുന്നത്? പിന്നെന്തിനാ അവനെ വിളിച്ചോണ്ട് വന്നത്? അവള് ചാവൂന്ന് പറഞ്ഞ് നീയും കേട്ടല്ലടാ. ഓ, എന്നൊരു കാര്യം ചെയ്യണ. അണ്ണൻ ചാക. എന്താ പറഞ്ഞത്? ചാകുക എന്ന് പറഞ്ഞാൽ ശരിക്കും ചാകാനല്ലണ്ണ. ഒരു വ്യാജ പോയിസൺ കഴിച്ച് ചാകുന്ന് പറഞ്ഞ് മോളെ വരട്ടെ, അവളുടെ മനസ്സ് മാറിക്കോളും. എങ്ങനെ? എന്താ അന്ന് അണ്ണനും സാധനങ്ങൾ ഉടച്ചപ്പോ മോള് നിർത്തിയില്ലേ? ഇതും അതുപോലെ തന്നെ. എന്താ മോനെ? താങ്ക് യു സോ മച്ച്. എനിക്ക് മഹിയെ വലിയ ഇഷ്ടമാ. പക്ഷെ അങ്കിൾ എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ പേടിയെല്ലാം പോയി. ഞാൻ സ്നേഹിച്ച പെണ്ണ് എനിക്ക് കിട്ടാൻ പോകുന്നു. ഐ ആം സോ ലക്കി. ഓക്കെ അങ്കിൾ, ഞാൻ നാളെ വരാം. ഓക്കെ ബൈ. അണ്ണാ, നമ്മള് പ്ലാൻ ചെയ്തതല്ലേ അവൻ കേട്ടാ? എന്താ? ഒന്നുമില്ല ബിസിനസ് കാര്യം പറഞ്ഞതാ. ബിസിനസ്. ഓക്കെ ബൈ അങ്കിൾ. ബൈ. അണ്ണാ, ഇപ്പൊ പോയല്ലോ അല്ലേ? പോയടാ. കണ്ണില്ലാത്തോണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് അണ്ണാ. എന്ന ജന്മനെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ സൗണ്ട് കേട്ട് അഡ്ജസ്റ്റ് ആയിരുന്നു. നിർത്തുന്നുണ്ടോ നിന്റെ ഒരു പുരാണം? ആ വ്യാജ പോയിസൺ എവിടെ കിട്ടുമെന്ന് വെച്ചാ പോയി കൊണ്ടുവാ. ശരി. എന്താ ഡാഡി ഇങ്ങനെ നോക്കുന്നത്? നീ അവനെ മറക്കണം. അതെന്താ ഡാഡി? ഇതിനു മുൻപ് എല്ലാം സമ്മതിച്ചതല്ലേ? അപ്പ സമ്മതിച്ചെങ്കിലും ഇപ്പൊ വേണ്ടെന്ന് തോന്നുന്നു. സോറി ഡാഡി. ഡാഡിയെ പോലെ എപ്പോഴും വാക്ക് മാറ്റി പറയാൻ എനിക്ക് പറ്റില്ല. ആദ്യം ഈ പിടിവാശിയ കളയേണ്ടത്. ഞാൻ നിന്റെ ശത്രുവല്ല മോളെ, സ്വന്തം അച്ഛനാ. ഞാൻ എന്തിനാ ഇത് പറയുന്നത് നീ ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിക്കേ. ആലോചിച്ചിട്ട് തന്നെയാ. സ്നേഹം ബുദ്ധിയിൽ നിന്നുണ്ടാകേണ്ടതല്ല ഡാഡി, ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടത്. സ്നേഹത്തെക്കുറിച്ചൊന്നും നീ ഇങ്ങനെ വലിയ ആൾക്കാരെ പോലെ സംസാരിക്കണ്ട. നീ കൊച്ചുകുട്ടിയാ, ആ രീതിയിലേ സംസാരിക്കാവൂ. അവനെ അങ്ങ് മറന്നേക്കാം. ബണ്ണിയെ മറക്കണമെങ്കിൽ ഞാൻ മരിച്ചു പോണം. അത് വേണ്ട മോളെ, ഞാൻ തന്നെ മരിച്ചേക്കാം. എന്റെ വാക്കിന് വിലയില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? അവനെ മറക്കാവുന്ന നീ എനിക്ക് പ്രോമിസ് ചെയ്യേ, ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് ചാവും. നീ അവനെ മറക്കാവുന്ന ആദ്യം എനിക്ക് പ്രോമിസ് ചെയ്യേ. എന്താ അങ്കിൾ? എന്താ മഹി, എന്ത് പറ്റി? അദ്ദേഹം പോയിസൺ കഴിച്ചു ബണ്ണി ഹോസ്പിറ്റലിൽ പോകുന്നിട്ട് വരുന്നില്ല. ആന്റി വേഗം പോയി ആംബുലൻസിന് ഫോൺ ചെയ്യും. അവിടെ നിക്കടാ, നിനക്കൊരു ബാഡ് ന്യൂസ്. അല്പസമയത്തിനുള്ളിൽ നിന്നെ എന്റെ മകളിൽ നിന്ന് അകറ്റി പട്ടിയെ കൊല്ലും പോലെ കൊല്ലും ഞാൻ. നിങ്ങൾക്ക് ആ ബാഡ് ന്യൂസ്. നിങ്ങൾ ഇപ്പൊ പരലോകത്തേക്ക് പോകാൻ പോവാ. കുടിച്ചതേ ഡമ്മി പോയിസൺ അല്ല, ശരിക്കും പോയിസണാ. ബോട്ടിൽ മാറ്റിയത് ഞാനാ. കണ്ടില്ലേ ഡാഡി, ബണ്ണി മറക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബണ്ണി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു ഡാഡി?
എടാ സത്യ, ഡമ്മി പോയിസൺ കഴിക്കാൻ പറഞ്ഞിട്ട് ഒറിജിനൽ കഴിച്ചിരിക്കുന്നു വിവരം കേട്ടവൻ. ഞാൻ സത്യനല്ല, ബണ്ണി. കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സ്. ആരും വന്നിരിക്കല്ലേ, കണ്ണ് കാണാത്തൊരു പാവാണേ. ആന്റി, കുറച്ചേരൊന്ന് പുറത്തിരിക്കാവോ? എനിക്ക് അങ്ങളോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. മഹി, നീ കുടിച്ചില്ല? എന്താങ്കൾ, എങ്ങനെയുണ്ട്? നിനക്ക് മതിയായില്ലടാ, അങ്ങനെ ഒന്നും ചാവില്ല ഞാൻ. ഞാനൊരു സത്യം പറയട്ടെ, അങ്കിൾ കഴിച്ച പോയിസൺ ഒറിജിനൽ അല്ല, ഡമ്മി ആയിരുന്നു. ഇതാ നോക്ക്, നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ ഞാൻ അതിബുദ്ധിമാനാ, നിങ്ങൾ കില്ലാടിയാണെങ്കിൽ ഞാൻ ജഗ കില്ലാടിയാ, നിങ്ങൾ പോക്കരിയാണെങ്കിൽ ഞാൻ ഉഗ്രം പോക്കരിയാ. അതുകൊണ്ട് കൂടുതൽ വേലത്തിനൊന്നും എന്നെ എടുത്തിറക്കാൻ നോക്കണ്ട. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും മോളെ എന്നെ ഏൽപ്പിക്കേ, ലാമഷായി നോക്കിക്കോളാം. അതൊന്നുകൂടെ പറഞ്ഞേ. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും മോളെ എന്നെ ഏൽപ്പിക്കേ, ലാവിഷായി നോക്കിക്കൊള്ളാമെന്ന്. ഓക്കെ, ഞാൻ തോറ്റിരിക്കുന്നു, ഒക്കെ സമ്മതിച്ചിരിക്കുന്നു. എത്രയും വേഗം മുഹൂർത്തം കുറിക്കാം. അങ്കിൾ, ഞാൻ ഷൂ ഇടുമ്പോഴെല്ലാം ഓർക്കാറുണ്ട്, ഈ കാല് കഴുകാൻ പോകുന്ന ലക്കി ഫെല്ലോ ആരാന്ന്. ആ ചാൻസ് അങ്കിളിന് കിട്ടി. അതിരിക്കട്ടെ, സ്ത്രീധനമായിട്ട് നിനക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും വേണം. എന്റെ കാലശേഷം എല്ലാം നിനക്കുള്ളതല്ലേ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വത്തുക്കൾ വേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണം. എന്റെ മോളേക്കാൾ വലുത് നിനക്ക് സ്വത്തുക്കളാണോ? നിങ്ങൾ വളച്ചു ചുറ്റൊന്നും വേണ്ട, വേണമെങ്കിൽ മതി. ശരി, ഡോക്യുമെന്റ്സ് റെഡിയാക്കിയിട്ട് ഞാൻ അറിയിക്കാം. പൊയ്ക്കോ. താങ്ക്സ്. കേട്ടല്ലോ, ഞാൻ മരിക്കാൻ തുടങ്ങിയിട്ട് പോലും എന്റെ മോളുടെ മനസ്സ് മാറിയില്ല. അവനെ മറക്കാവുന്ന ഒരു വാക്ക്, അങ്ങനൊരു വാക്ക് ഇനിയെങ്കിലും എന്റെ മോൾക്ക് എന്നോട് പറഞ്ഞൂടെ? പറഞ്ഞു കൊടുത്തേ. അവനെ എനിക്ക് വേണ്ട ഡാഡി. വണ്ടി എടുക്കടാ. കണ്ടില്ലേ മമ്മി, ഞാൻ എത്ര സ്നേഹിച്ചത് അവനെ. പക്ഷെ അവൻ എന്റെ സ്വത്തുക്കളെ മാത്രമല്ല സ്നേഹിച്ചത്. അവനെ ഞാൻ അത്രയേറെ സ്നേഹിച്ചതുകൊണ്ടല്ലേ എന്റെ ഡാഡി പോലും തള്ളി പറയേണ്ടി വന്നത്. അമ്മ എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം തുറന്നു പറയേണ്ടി വരും. നിനക്കെന്റെ സ്വത്തുക്കൾ വേണോ അല്ലേ? പട്ടിയെ കൊല്ലുന്ന പോലെ നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. അവനെ നീ വെറുക്കുന്നതിന് മുമ്പ് ഇനിയെങ്കിലും അവൻ ആരാണെന്ന് നീ അറിയണം. നിന്നെ കുറിച്ച് എല്ലാം അറിയേണ്ട കാര്യം എനിക്കെന്താടാ? നിങ്ങളത് അറിയണം. ഒരു നിമിഷം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. അപ്പോ നീ രാജരാമവർമ്മയുടെ മകൻ. അവൻ നിന്റെ കോളേജിൽ ചേരാൻ കാരണം ഞാനാ. നിന്നെ പ്രേമിക്കാൻ കാരണവും ഞാനാ. അവനെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം ഞാനാ. അവൻ സ്വത്തുക്കൾ ചോദിച്ചത് അവൻ അനുഭവിക്കാൻ വേണ്ടിട്ടല്ല, എന്റെ ചേട്ടന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാ, അത് നേടാൻ വേണ്ടിയാ. നമ്മൾ കഴിക്കുന്ന ആഹാരം അവന്റെയാ, സഞ്ചരിക്കുന്ന കാർ അവന്റെയാ. എന്തിന്? നിന്റെ അച്ഛൻ ശ്വസിക്കുന്ന ശ്വാസം പോലും എന്റെ ഏട്ടൻ കൊടുത്ത ഭിക്ഷയാ. അവൻ എന്റെ ഏട്ടന്റെ മോനാ, സിംഹക്കുട്ടിയാ.
ഒരെണ്ണ ഇട്ട് തന്നാണല്ലോ, രണ്ടാമതൊന്നും വേണ്ടി വരില്ല. ഇന്നിപ്പോ ഞാനും അന്നെന്റെ അച്ഛനും നിങ്ങളെ വെറുതെ വിട്ടത് ഒരേ ഒരു കാരണം കൊണ്ടാ. നിങ്ങൾ എന്റെ ആന്റിയുടെ കഴുത്തിൽ താലി കെട്ടിപ്പോയതുകൊണ്ട് മാത്രം. ഇല്ലായിരുന്നെങ്കിൽ തന്റെ ഈ തല എന്റെ അച്ഛനെന്ന് എടുക്കാതെ വിട്ടെങ്കിലും ഇന്നിപ്പോ ഞാനെങ്കിലും അർത്ഥം മുറിച്ചെടുത്തേനെ. പോടാ. നോക്ക്, വരുന്ന 21-ാം തീയതി രഥോത്സവത്തിന്റെ അന്ന് തന്റെ മോളെ ഒരു കല്യാണ പെണ്ണാക്കി ഒരുക്കി താൻ ചോളവാരത്തേക്ക് കൊണ്ടുവന്നിരിക്കണം. എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലാക്കിയ ശേഷം ആ ദിവസം എന്റെ അച്ഛന്റെ ലക്ഷ്യം നിറവേറിയിരിക്കണം. നടക്കാതെ പോയാൽ ഞാൻ എന്റെ അച്ഛനെ പോലെ ഒരിക്കൽ കൂടെ ക്ഷമിക്കില്ലെന്ന് നീ ഓർത്തോ.